മേടിച്ചു പോയാ? നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മുമ്പത്തെ വരെയൊക്കെ ദൂരയാത്രയൊക്കെ നീ ചെയ്യാൻ പാടില്ല. എന്താണ്? അതങ്ങനെയാണ്, കല്യാണം കഴിക്കണല്ലേ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പോക്ക് വരവ് ശ്രദ്ധിക്കണം. ശരിയാണ്, ദൂരയാത്ര ഇനി ചെയ്യാൻ കുറക്കാൻ വേണ്ടി പോണേണ്. അച്ഛൻ തന്നെ തിരക്കണ്ടേ? എന്താ അച്ഛൻ തിരക്കിയത്? എന്തേലും ഒരു കുറവുണ്ട്. എന്താണ്? നമസ്കാരം കേട്ടാ? നമസ്കാരം കേട്ടിട്ടില്ല. അപ്പം പിന്നെ പ്രധാന ഒരു കുമ്പസാരമുണ്ട് കല്യാണത്തിന്. അല്ല അമ്മച്ചി ഉണ്ണീച്ചക്കാശി കിട്ടിയാ? ഉണ്ണീച്ചക്കാശി കിട്ടി. എവിടെ ഉണ്ണീച്ചക്കാശി? വെച്ചോ. ഞാൻ വെക്കണല്ലേ, ഇത് രൂപത്തിൻ്റെ ഇടയിൽ കൊണ്ട് വെക്കണം. എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. ഞാൻ ഉണ്ണീച്ചക്കാശി അമ്മച്ചി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അമ്മച്ചി എന്താണ് പാതിര കുർബാന പോകാനാ? പാതിര കുർബാനക്ക് പോകാണ്ട് നടക്കണ്ടേ, പോയില്ല. നീ പോയിഞ്ഞപ്പോൾ നിനക്ക് കുർബാന ഇപ്പം കാണാൻ വെക്കാലോ. എന്താണ്? കുർബാന ഇല്ല, വൈകുന്നേരം കുർബാന ഇല്ല. അപ്പം ഇന്നൊരു ഉദ്ഘാടനം ഉണ്ട് കേട്ടോ. ഇന്ന് ഉദ്ഘാടനം ഉണ്ടാ? ആ ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി പോവാണ്. അത് ശരി. ഭക്ഷണം വല്ലതും ഉണ്ടാക്കട്ടെ. വെള്ളപ്പാണ് ആദ്യം കയറ്റത്തിൽ വന്നേക്കണേ. തെങ്ങേറാൻ വന്നേക്കണല്ലേ? മാറ്റിത്തരാം കേട്ടാ. ഇപ്പം ആള് വരും മാറ്റാനായിട്ട് കേട്ടാ. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട് അമ്മച്ചി. അതെ, അപ്പം ചുട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ എരിവറി ഉണ്ടോ? എരിവറി ഉണ്ട്. അപ്പം ചുട്ടത് എരിവറി ഉണ്ടല്ലേ? ഞാൻ അമ്മച്ചിക്ക് പുതുവർഷമായിട്ടൊന്നും മേടിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും വേണ്ടടാ, ഞങ്ങൾക്ക് ചെലവല്ലേ. ചെലവല്ലേ എനിക്ക് പുതുവർഷം വന്നപ്പോൾ. അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. പലതവണ ഇത് കാണിച്ചിട്ടുള്ളതാണ് അപ്പച്ചൻ മേടിച്ചിട്ട്. അത് പെരുന്നാളാണെങ്കിലും എന്താണെങ്കിലും. ഇത് അപ്പച്ചൻ എന്താണെന്ന് പറഞ്ഞേക്കിത്. ഇത് തുറക്കണ്ട. തണുത്തിരിക്കുന്നത് പഴംപൊരി. ചൂട് കിട്ടിയില്ല, ഇന്നലത്തെ പഴംപൊരിയാ. ഇത് അപ്പച്ചൻ്റെ പതിവ് ഇവിടെ മക്കളെ അറ്റത്തേക്കടെ. അപ്പൊ ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ എന്താണ് ആൾക്കാർക്ക് ഹാപ്പി ന്യൂ ഇയർ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള? ഒരുപാട് യുവാക്കളൊക്കെ കാണുന്നുണ്ട് അമ്മച്ചിക്ക് ഇഷ്ടമുള്ള പോലെ. ഒരുപാട് മക്കളുണ്ട് അമ്മച്ചിക്ക്. ഒരുപാട് യുവാക്കളും യുവതികളും എന്നെപ്പോൾ പ്രായമുള്ള ആൾക്കാരും എന്നെ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരും കുടുംബത്തോട് കീഴടങ്ങി, മാതാപിതാക്കന്മാരെ കീഴടങ്ങി അവർക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവർക്ക് മക്കൾ വാങ്ങിച്ചു കൊടുക്കുക. കൂടുതൽ അവരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോവുകയും ചെയ്യണം. അവരൊരു സന്തോഷം. ഇപ്പം നക്ഷത്രത്തിൻ്റെ വെട്ടമൊക്കെ കാണാൻ പുറത്തിറങ്ങി പാർക്കിലൊക്കെ പോകാനൊക്കെ അവർക്ക് വളരെ ഇഷ്ടമുണ്ടായി. ഈ കൊല്ലം 26-ാം കൊല്ലം, 1926-ാം വർഷം നമുക്ക് പറഞ്ഞേക്കുന്നത് സന്തോഷത്തിൽ 2026 ജാനുവരി 1-ാം തീയതിയാണെന്ന് എല്ലാവർക്കും അനുഗ്രഹം. 2026 എന്നെ പോലെ വിവാഹിതരാകുന്ന ആൾക്കാരൊക്കെ എന്താണെന്ന് പറയാനുള്ള? എല്ലാവരും അമ്മമാരെയും മക്കളെയും അനിയന്മാരെയും ചേട്ടന്മാരെയും കുടുംബ സഹിതം നിങ്ങളൊന്ന് യാത്ര ചെയ്യുക. പള്ളിയിലൊക്കെ അവിടെയും പോകണം. ആ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹം തന്നിരിക്കും. അതെല്ലാം ചോദിച്ചതേ 2026 ഞാൻ കല്യാണം കഴിക്കണമല്ല. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് പേര് 2026 കല്യാണം കഴിക്കുന്നുണ്ട്. അവർക്ക് എന്താണ്, അവരെ കുറിച്ച് എന്താ പറയുക? 2026 വിവാഹിതരാകുന്ന എല്ലാ മണവാളിനും മണവാട്ടിക്ക് എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. നിങ്ങളെല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കണം. നിങ്ങളൊരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ വരെ ജീവിച്ച ഒരു ജീവിതമല്ല കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ നല്ലതുമാണ്. ആ അനുസരണത്തോടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ജീവിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുള്ളൂ. എപ്പോഴും ദൈവാനുഗ്രഹം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം, അപേക്ഷിക്കണം. ടീം ഇപ്പോൾ 8:30 മണിയായിട്ടാ. അപ്പോൾ എനിക്കൊരു 10:30 മണിക്കൊരു ഉദ്ഘാടനം ഉണ്ട്. അത് എരമല്ലൂരാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇനി ഡ്രസ്സൊക്കെ മാറി അമ്മച്ചിയുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. ഇനി അധികം സമയമില്ല. ഒന്ന് കുളിക്കണം, പല്ലിയേക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കണേയും കൂടെ ഒന്ന് കാണിക്കാം. അമ്മച്ചിയുടെ വിന്താരു പെരുന്നാളിനെ ഉണ്ടാക്കിയാണ്ട് ഒരു ദിവസം പഴക്കമുണ്ട്. അപ്പോൾ ഈ തലേദിവസവും നമ്മളിങ്ങനെ വന്നിട്ട് രാവിലെയൊക്കെ വന്ന് വിന്താരും പിന്നെ ഈ വെള്ളയപ്പം കഴിക്കണതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നാലേ എനിക്ക് പറ്റുള്ളൂ. എന്നാ ചോദിക്കും. ഇപ്പോൾ ചിക്കൻ പാല് കറി വെക്കാനുണ്ട്, ചിക്കൻ പൊരിക്കാനുണ്ട്, ചിക്കൻ കറിയുണ്ട്. ഇപ്പോൾ രാവിലെ വിന്താരും വെള്ളയപ്പമില്ലേ? വെള്ളയപ്പം ഉണ്ട്. വരുക, കഴിക്കുക. കറി വിടായി. വലിയ വെച്ച് പറയുക. വലിയ വെച്ചിട്ടുണ്ട്. വലിയ വെച്ചിട്ട് അവിടെ നിന്ന് പ്ലേറ്റ് എടുത്ത് വലിച്ചിട്ടില്ല. എപ്പോഴെപ്പോഴും ചൂടാക്കണേ. എത്ര പേര് കഴിച്ചെന്നല്ലേ? ഇന്നലെ 3-4 പേരുണ്ടായി. ഞാൻ നീക്കിപ്പിടി. നീക്കിപ്പിടി കഴിക്കാം.
ഇത് മതി. അതിന് എനിക്ക് ഇട്ട് കഴിച്ചു. അമ്മച്ചിയുടെ ആ ഇതെന്താ ദോശയാണോ? ആ ദോശ നേരിയതായിട്ട് ഉണ്ടാക്കിയല്ലേ നീയൊക്കെ കഴിക്കും. ദോശയാണോ അപ്പമാണോ ഇത്? ദോശ ദോശപ്പം. ദോശയല്ലിട്ട് അമ്മച്ചി വെള്ളയപ്പം ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ഒന്ന് അമ്മച്ചിക്ക് അറിയാൻ പാടില്ലായിരിക്കും പറഞ്ഞാൽ. ചെയ്തിട്ടുണ്ട്. ചിലരും പൊങ്ങും. ഇപ്പം പണ്ടത്തെ പൊക്കം. അതല്ല, അറിയാവുന്ന ആൾക്കാർക്ക് അമ്മല്ലൊന്നും ഇട്ട് കൊടുക്കണോട്ടാ. ദോശയായാലും അപ്പോഴും ടേസ്റ്റ് നോക്കണ്ടേ? ടേസ്റ്റൊക്കെ ഉണ്ടാവും. അതേ അമ്മച്ചി ടേസ്റ്റ് നോക്കി. ഞാനൊരു ടേസ്റ്റ് എങ്ങനെയുണ്ട് അമ്മച്ചി വെച്ചിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നന്നായിരിക്കും. ഇത് വേണ്ട. ഇപ്പം ഇത് കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇത് കഴിക്കാറുണ്ടാവും കേട്ടോ. നമ്മൾ പെരുന്നാളിനൊക്കെ വെച്ചിട്ട് തലേ ദിവസം കുറച്ച് കറിയൊക്കെ ബാക്കി വരുമല്ല. ഇത് വേണ്ട. ഞാനൊരു വർഷം എന്തായാലും അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെയ്യും എനിക്കും വേണ്ടല്ല. എനിക്ക് കണ്ടില്ല, ഞാൻ കഴിക്കാനുള്ള അങ്ങോട്ട് നോക്കി പറഞ്ഞേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. നല്ല വർഷമാട്ടോ. ഫുഡ് കഴിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്.